ബാലി വന്നിട്ട് ഇവിടുത്തെ ഫേമസ് ആക്ടിവിറ്റിയായ ബാലി സ്വിങ് ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അലസ്ഹാരം റൈസ് ടെറസിലാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്വിങ് ഉള്ളത്. അങ്ങോട്ടാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. പിന്നെ തീർത്ഥയമ്പിൾ ടെമ്പിൾ, തീർത്ഥഗംഗ വാട്ടർ പാലസ്, ഇൻസ്റ്റ ഫേമസ് ആയിട്ടുള്ള ദ ഗേറ്റ് ഓഫ് ഹെവൻ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവർക്കും ബാലി സീരീസിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ഡേ ഞങ്ങളെല്ലാം റെഡിയായി സെറ്റ്, പുറത്ത് പോകാനെല്ലാം ഡ്രസ്സൊക്കെ ചെയ്തു സെറ്റായി. ഇനി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഞങ്ങൾ നാട്ടിലെ സമയം 5:45 ഉള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ 8 മണിയായോ? 8 മണിയാവുന്ന 8 മണി കഴിഞ്ഞു. 7 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. 7 തൊട്ട് 10 വരെ അങ്ങനെ എങ്ങാണ്ട്. രാവിലെ റൂമൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങുക, റെഡിയായി. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ആക്ച്വലി ഇതിങ്ങനെയാണ് പൂട്ടുന്ന ഡോർ. അപ്പം ഞങ്ങളുടെ ശരിക്കുള്ള പ്ലാനിൽ ഇന്ന് ഞങ്ങൾ രാവിലെ മൗണ്ട് ബാട്ടൂർ പോകുന്നു, ഏറ്റുമി റൈഡ് പോകുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇന്നലെ വന്ന ക്ഷീണമൊക്കെ കാരണം ഞങ്ങൾ പ്ലാൻ മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്തു. ഇതാണ് നമ്മളുടെ ആ ഒരു ഗുണം എന്ന് പറയുന്നത്. നമ്മളൊരു പാക്കേജൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാടാം. അതായത് അവർ പറയുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് ആ സമയത്ത് പോകണം, ഇറങ്ങണം, അങ്ങനെയൊക്കെ. ഇതാകുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാം. ഇന്നിവിടെ പോകണ്ടെന്ന് വേണ്ടെങ്കിൽ ഇന്നിവിടെ പോകണ്ട, വേറെ എവിടെയെങ്കിലും പോവാം, അങ്ങനെയൊക്കെ. എനിക്ക് പുറത്തു വന്ന് നമ്മളെപ്പോഴും ഹെൽത്തി ആയിരിക്കും അല്ലേ? നല്ല ഹെൽത്തിയാണ് ആക്ച്വലി. ഞങ്ങൾ വിചാരിച്ചു ആദ്യം ബുഫേ ആയിരിക്കും വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിന്റെയും കൂടി സെയിം കോഫി വരുന്നുണ്ട്, ജ്യൂസ് വരുന്നുണ്ട്, ടീ കോഫി വരുന്നുണ്ട്. പിന്നെ മെയിൻ ഐറ്റം നമുക്ക് മാറും. രാവിലെ ഒരു എഗ് ബെനഡിക്ട് പറഞ്ഞു, ഞാൻ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു വിത്ത് ചിക്കൻ സോസേജ്. വഴികാട്ടി ഞാനിപ്പോൾ ഈ വില്ല മൊത്തം കറങ്ങി നടന്നേനെ, റിസോർട്ട് മൊത്തം കറങ്ങി നടന്നേനെ. വഴി തെറ്റിപ്പോയി. ഞങ്ങൾ ഇന്നലെ റൂമിൽ വന്ന് കയറിയിട്ട് പിന്നെ ആകെ ഫുഡ് കഴിക്കാൻ റിസോർട്ടിൽ മാത്രമാണ് പോയത്, പുറത്തിറങ്ങിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. ഭയങ്കര രസമാട്ടോ, നല്ല എസ്തറ്റിക്. അയ്യോ, ഇവിടെ കോയി പോണ്ടൊക്കെ ഉണ്ട്. അതാ ഞങ്ങളുടെ കാറ്. പിന്നെയും ഇന്തോനേഷ്യയുടെ റോഡിലൂടെ ചെറി പോയിരുന്നതാണ്. എങ്ങനെയുണ്ട് ഡ്രൈവ് ചെയ്തിട്ട്? ഡ്രൈവ് കൊള്ളാം. ഇപ്പോഴാണ് കുറെ കയറ്റം ഇറക്കമൊക്കെ. റൈസ് ടെറസിന്റെ റോഡില് കുറച്ച് നോർമൽ പ്ലെയിൻ റോഡൊന്നും അല്ല, അത്യാവശ്യം കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള. നമ്മളുടെ ഏതെങ്കിലും ഒരു എവിടെ ഒരു എക്സാമ്പിൾ കിട്ടാനുണ്ടെങ്കിൽ ഇടുക്കിയിലൊക്കെ പോകുന്ന പോലത്തെ ഉണ്ടാവും റോഡ്. കുറച്ച് വളവും തിരിവും ഒക്കെ ആയിട്ട് കയറ്റവും, കാടിന്റെ ഒരു ചെറിയൊരു പോർഷൻ കാടിന്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ വന്നായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ആടി ഒലഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു 9 മണി കഴിഞ്ഞു അല്ലേ? ഞങ്ങള് 8 മണിക്ക് അവിടെ എത്തണം. മറ്റേ അവര് റൈസ് ഫീൽഡ് തുറക്കുന്നു, ഞങ്ങൾ ഓടി കയറുന്നു, എന്തൊക്കെയാണ്. അതെ, ഊഞ്ഞാലാടുന്നു, വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു വരുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു. പക്ഷെ ഇതൊക്കെ ഒരു രസമാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് റെഡിയായി ഇറങ്ങി പോകുന്നു, കാണുന്നു, അങ്ങനത്തെ. അങ്ങനെ ഞങ്ങള് അലസ്ഹാരം എത്തി. ഞങ്ങൾ ജസ്റ്റ് അവിടെ മേലായിരുന്നു പാർക്കിങ്, അപ്പോൾ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. എനിക്ക് ഇത് ഫസ്റ്റ് പോകുന്നത് കോഫി പ്ലാന്റേഷൻ പോകുന്ന വഴിയാണ്. അവരെ ഞങ്ങൾക്ക് കോഫി ലുവാക് ബാക്കി കാണുന്ന സാധനം
ബാക്കിൽ കാണുന്ന സാധനം കോപ്പിയിൽ പാക്ക് എന്ന് പറയാം. അപ്പൊ ഞങ്ങള് ഇവിടെ വന്നു. ഇനിയിപ്പൊ ഞങ്ങള് ജസ്റ്റ് അകത്തോട്ട് കയറണം. അകത്ത് കയറിയിട്ട് ഞങ്ങള് ബാക്കി എന്തൊക്കെയാണ് അവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാം. നോക്കട്ടെ. ഫുള്ള് മറ്റേ ഈ വൈബാ അല്ലേ? കുരുത്തോലയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇതിലെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ട് കോഫി ടൂറാണ്. നമ്മുടെ കോഫി ടൂർ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത്. സ്വിങ്ങും സ്കൈ ബൈക്കും ഫ്ലൈയിങ് ഫോക്സൊക്കെ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കോഫിയുടെയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ അങ്ങേറ്റത്ത് മൂലക്കലുണ്ട് കേട്ടോ. അവിടെ ഉണ്ട്. കാണൂ ഇതില്? കാണൂല. അങ്ങ് ഇരുട്ടത്ത് പോയി കിടക്കുക. ദൂരെ ഉണ്ട്. കാണുന്നുണ്ടോ? ഈ വെള്ള പോലെ എന്തോ കാണുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് ഡോൺ ടച്ച് അഗ്രസീവ് ആനിമൽ. അവിടെ ജസ്റ്റ് വിത്ത് കാഷ്ടം വെച്ചിട്ടുണ്ട്. അതെ അതെ. എന്നിട്ട് പിന്നെ എന്തൊക്കെ ആഡ് ചെയ്യുന്നു അതിന്റെ സാധനങ്ങളൊന്നും വെച്ചിട്ടുണ്ട്. ഇവിടെ അവര് ജസ്റ്റ് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? After we roasting. I put in like process, coffee bean for that, and we grinding in the liwak coffee. And I come home for that. My price is very expensive. I want. റൈസ് ഫീൽഡൊക്കെ നോക്ക്. നല്ല ഭംഗിയുണ്ടല്ലേ? അങ്ങനെ ലാവണ്യ ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രീം സ്വിങ് എടുത്തിരിക്കുന്നത്. കഷ്ടപ്പെട്ട പല സ്വിങ് ഉണ്ട് കേട്ടോ. ഞാൻ എടുക്കുന്നില്ല സ്വിങ്. വൻ കാസാണ്. പിന്നെ ആണുങ്ങൾക്ക് പറ്റിയ ഡ്രസ്സൊന്നുമില്ല. കപ്പിൾ സ്വിങ്ങും അത്ര സുഖമില്ല കണ്ടിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവൾക്ക് ലാവണ്യക്ക് മാത്രം സ്വിങ് എടുത്തു. ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് തന്നെ നെക്കടാണെന്നല്ലേ. പക്ഷെ ചൂടിനൊരാശ്വാസം ആണോ? ചൂട് കുറഞ്ഞു. ടിക്കറ്റ് ഞാൻ ഡ്രസ്സ് മാറുന്ന കൂട്ടത്തില് ഡ്രസ്സിന്റെ പോക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ അവിടെ സ്റ്റോറേജിൽ വെച്ചിട്ട് വന്നു. ജസ്റ്റ് രാവിലെ പോയി എടുത്തിട്ട് വരും. ഇതാണ് കപ്പിൾ സ്വിങ്. ഇവാണല്ലേ? അവനെ അവിടെ പേടിച്ചിരിക്കുന്നു. To the ocean, yeah, let's go outside. We can hang out on the beach without freezing. Yeah, isn't that amazing? In Christmas times,
We'll be chilling. പേടിയായി. അതായത് അതിങ്ങനെ ഒന്നിങ്ങനെ കുലുങ്ങി. ആ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നിട്ട് അവരെന്നോട് കുറെ ലീൻ ബാക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് ബാലൻസ് കിട്ടാത്ത പോലെ. പക്ഷെ പേടിക്കാതെ ഭയങ്കര എല്ലാം ഭയങ്കര ഫുള്ള് And I can promise Santa's coming to visit. No, he wouldn't miss this in Christmas times. Oh, and the sun said it is just getting better on a blanket with the skyline painted in blue. Ooh, yeah, that's what we do. We'll be chilling and having a good time. Doesn't matter if the snow is falling or the wind blows and the rain is pouring. It will always be Christmas in my heart. But this year ഒത്തിരി ഏരിയ ഉണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ. ഫോട്ടോ ബൂത്ത് ഒക്കെ കുറെ എടുത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാം. ഇതാണ് റൈസ് ഫീൽഡ്. ആക്ച്വലി റൈസ് ഫീൽഡ് ഒന്നും ഇല്ല ഇപ്പൊ. എനിക്കവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞത് തോന്നുന്നുണ്ട്. കൊയ്ത്തൊക്കെ കഴിഞ്ഞു എല്ലാം കരിഞ്ഞിരിക്കും. കഴിഞ്ഞിരിക്കും. അവിടെ ഒരു കൊയ്ത്തൊക്കെ തീർക്കുന്നു. അവിടെ പക്ഷേ വായിൽ ആൾക്കാർ വൈരപ്പുണ്ടല്ലേ. But this year I wanna hang out with my friends and family, making angels in the sand. You and me, doesn't matter, it is Christmas in my heart. അത് കണ്ട എലിയാണോ? ശരിക്കും എലിയാ? എലിയുടെ പ്രതിമ പോലെയാ. അമ്പലം അമ്പല എലിയൊക്കെ ആരാധിക്കുന്ന ഞാൻ ആദ്യമായിട്ട്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് നല്ല ഭംഗി. ക്ഷീണിച്ച് ഒരു പരിവായി. വേർത്ത് കുളിച്ചൊരു പരിവായി. അത്യാവശ്യം നിറയെ. ഞങ്ങൾ ആദ്യം താഴോട്ട് നടക്കണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ കുറച്ച് ദൂരം നടന്നിട്ട് വരാലോ എന്ന് വിചാരിച്ച് നടന്നതാ. കുറേ ഫോട്ടോ പോയിന്റ് ഉണ്ട്. നമുക്ക് ആ ഇട്ട ഡ്രസ്സ് ആക്ച്വലി ഇതാക്കണമെന്നില്ല, ഊരണമെന്നില്ല. ജസ്റ്റ് നമുക്ക് അവിടെയൊക്കെ മാറിപ്പോയി ഫോട്ടോസൊക്കെ എടുക്കാം. രാവിലെ വേർത്ത് ക്ഷീണിച്ച് ഞാൻ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഓടി നടക്കും. രാവിലെ ഫോട്ടോ എടുത്ത് തരണമല്ലോ എന്നുള്ള വിഷമത്തിൽ ക്ഷീണിച്ച് നടക്കുന്നു. അല്ലേ രാവിലെ ക്ഷീണിച്ചു മതി. ഇനി കാറിൽ പോയി AC കൊള്ളാം. ഓടി വാ. നമുക്ക് 2 വീലറൊന്നും പറ്റില്ലല്ലേ. അയ്യോ 2 വീലറാണെങ്കിൽ തേങ്ങില്ല. ഞങ്ങൾ പുരായമ്പ് ടെമ്പിളിലെത്തി. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഞങ്ങൾ എത്തി അപ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ തുടങ്ങി. പക്ഷെ അത്യാവശ്യം ചൂടൊന്നുമില്ല, പക്ഷെ കാറ്റൊന്നുമില്ല. എന്നാലും നല്ല രസമുണ്ട്. ഭയങ്കര രസമുണ്ടല്ലേ. അപ്പം ഇവിടെയാണ് നമുക്ക് മറ്റേ ഹോളി സ്പ്രിങ് ഉള്ളത്. അതായത് നമുക്ക് ആ വെള്ളത്തിൽ പ്യൂരിഫിക്കേഷൻ ഒക്കെ ഇവിടെ എല്ലാം മറ്റേ ഇവർക്ക് സാരംഗ് ഉണ്ട്. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് സാരംഗ് ഇല്ലാണ്ട് ഉള്ളിൽ കയറുന്നതുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലേ. നമ്മളിപ്പോൾ ലോങ് ഡ്രസ് ഇങ്ങനെയല്ല രാവിലെ. എനിക്കും അറിയില്ല കേട്ടോ. അവർ തിരിച്ചാണ് കൊടുക്കുന്നത്. ലോങ് ഡ്രസ്സ് ഇട്ടാലും പാൻസ് ഇട്ടാലും ഷോർട്സ് ഇട്ടാലും കുട്ടി ഡ്രസ്സ് ഇട്ടാലും ഒക്കെ സാരംഗ് നിർബന്ധമാണ്. അത് ഉണ്ടെങ്കിലേ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒരെണ്ണം എടുത്തു. അത് ഓക്കെയാ, കുഴപ്പമില്ല. ഞാൻ കറക്റ്റ് വയലറ്റ് നോക്കി എടുക്കാം. വയലറ്റും കൂടിയിട്ട് അങ്ങനെ. Yellow line on the color and high. From India. Yeah, from India. Huh? What city? Kerala. South India. South India. Nearby Tamil Nadu. No. Kerala. Kerala. Kochi. I watch on YouTube. Huh? Okay.
Kerala is more calm than the Yeah, it's like tropical climate. yeah, Like no bell. no. Calm then. Then really it's good. It's like Bali only. Like Bali. Tropical climate. Near to Tropical. beaches. Yeah, tropical. Biryani. Biryani. എങ്ങനെ എന്താ പറഞ്ഞ നിന്റെ അതേ കളറായതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങോട്ടാ പോണ്ടേ? ഇന്നിതാണ് ആ പുള്ളി പറഞ്ഞു കേട്ടോ. പുള്ളി പറഞ്ഞത് ഇത് കേരള അല്ലേ, സൗത്ത് ഇന്ത്യ അല്ലേ, ആ, മറ്റേ ഡൽഹിയിലെ പോലെ കീ അങ്ങനെയൊക്കെ പറഞ്ഞു. പുള്ളി വന്നിട്ടുണ്ടോ? അല്ല, ഉം. പുള്ളി യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഓക്കേ. അപ്പം കുറച്ചും കൂടി കാം പ്ലേസ് അല്ലേ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. കുറഞ്ഞ ബാലി പോലെയാണ്, ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്, അടിപൊളിയല്ലേ. ബാലിയിൽ എന്താണ് മറ്റേ എല്ലാം ഒരു എസ്തെറ്റിക്സ് ആണുങ്ങളല്ലേ മൊത്തം ഫുള്ള്. ട്രഡീഷണൽ. ആൾക്കാരൊക്കെ ഇങ്ങനെ സാധിക്കുന്നുണ്ട്. ഇതാണ് പച്ച ഡ്രസ്സ് വേണമെങ്കിൽ ഇതാണ് പ്യൂരിഫിക്കേഷൻ റിച്വൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവർ തരുന്ന അതും സാരംഗ തന്നെയാണെന്ന് തോന്നുന്നു. സാരംഗ തന്നെ, പക്ഷെ വെള്ളത്തിലിറങ്ങി വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ആ വെള്ളത്തിലിറങ്ങി പ്യൂരിഫിക്കേഷൻ ചെയ്യും എന്നുള്ള കൺസെപ്റ്റ്. കഴിഞ്ഞിട്ട് വെള്ളത്തിൽ പോയി. ഇതാണ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന സ്ഥലം. നല്ല അടിപൊളി വെള്ളം കേട്ടോ. ഭയങ്കര ക്ലിയർ അല്ലേ? നേരെ നല്ല ക്ലിയർ ആയിട്ട് കാണും. ഇതുപോലെ പോയിട്ട് തല നനയ്ക്കണം അല്ലേ. അവര് ഭയങ്കര പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്നു. അപ്പുറത്ത് വേറെ ഒന്നും കൂടിയുണ്ട്, അതുകൊണ്ട് നടന്നു. ഇവിടെ ഭയങ്കര ക്യൂ. ഇതിൽ ഓരോന്നിലായിട്ട് ഇവര് തല നനയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഗൈഡ് പറഞ്ഞ ഇതിൽ നനയ്ക്കരുത്. ഈ ഒരു ഇതില് ഫോറിനർ ലേഡി വന്നപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞു അത് വേണ്ട, അതിൽ നനയ്ക്കാൻ പാടില്ലാന്ന്. പക്ഷെ അതിൽ മറ്റേ ആ പുള്ളി നനച്ചായിരുന്നു, തല നനച്ചായിരുന്നു. അപ്പോൾ ഓരോ ഇതുണ്ട്, ഗൈഡ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഞങ്ങളിത് ചെയ്യുന്നില്ല എന്ന് വെച്ചത് കൊണ്ട് പിന്നെ അതെ അടുത്തയിലോട്ട് അതെ ഡ്രസ്സൊക്കെ മാറി വീണ്ടും കുറച്ച് മീനൊക്കെ നിറയെ മീനുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കണ്ടിട്ട്. ആക്ച്വലി സ്പ്രിങ് മറ്റേ ഒറിജിനൽ ഇവിടുത്തെ നാച്ചുറൽ സ്പ്രിങ് ആണ്. എല്ലാവരും വന്ന് തല നനയ്ക്കുന്ന ഇതിലാണ്. അപ്പം അതായിരിക്കും നല്ല തണുത്ത വെള്ളമായിരിക്കുമല്ലേ വരുന്നത്. ആ മൂമെന്റ് കാണുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ എങ്ങനെ മൂമെന്റ് വരുന്നു. മറ്റേ മണ്ണ് ഇങ്ങനെ ഇതാവുന്നുണ്ട്. നമ്മളുടെ കിട്ടുന്ന സ്പ്രിങ് ആണ് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത്. നാച്ചുറൽ സ്പ്രിങ് എന്നുള്ള വെള്ളത്തിലാണ്. അതെ, എന്നിട്ട് ഗ്യാപ്പിൽ കൂടി താഴത്തോട്ട് പോകും. ആ വെള്ളം വരുന്നതിൻ്റെ ഇതാണ് വരുന്നത് കാണാൻ പറ്റുന്നത്. അത് നമുക്ക് ആ മണ്ണിങ്ങനെ പോകുന്ന പോലെ. വലിയൊരു മീനുണ്ട് കേട്ടോ. ഈലാണോ?
തന്നെയാണ്. പോയില്ല. ഇതിപ്പോ നാച്ചുറൽ സ്പ്രിങ്ങിന്റെ അവിടെ. ഇതാണ് നാച്ചുറൽ സ്പ്രിങ്. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, ആ ഭാഗം മാത്രമാണ് ഇതാവുന്നത്. അങ്ങനെ തീർത്ഥായമ്പിൾ ടെമ്പിൾ കണ്ടു. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഒരു കാമ് അല്ലേ? നല്ല കാമ സ്ഥലം. ശരിക്കും ആ വെള്ളത്തിലിറങ്ങിയാൽ കുറച്ചും കൂടി ഒന്ന് ഒരു ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആണ്, അങ്ങനെയാണെന്ന് തോന്നില്ലേ? ഇത് അങ്ങനെ കൊമേഴ്ഷ്യൽ. ഞാൻ ആ ഡ്രസ്സൊക്കെ ഇടാൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ച് ശരങ്ങ ഫ്രീയാ, ചുമ്മാ വെച്ചിട്ടുണ്ട്, അത് യൂസ് ചെയ്താൽ മതി. പിന്നെ ശരിക്കും ടൂറിസ്റ്റിന് ഒരു സ്പേസ് വരെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. ടൂറിസ്റ്റുകാർ പ്രാർത്ഥിക്കാനുള്ളവർ മാത്രം അതിന്റെ ഉള്ളിലോട്ട്, മെയിൻ ടെമ്പിളിന്റെ ഉള്ളിലോട്ട് പോകത്തുള്ളൂ. ഒരു സ്ഥലം വരെ എൻട്രി ഉണ്ടാവും. പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈ ടൂറിസ്റ്റ് ആൾക്കാരുടെ ബഹളമൊന്നും ഇല്ല. ഞാനിന്ന് കറക്റ്റ് കളറാ പർപ്പിളും എന്നിട്ട് മറ്റേ പർപ്പിള് കറക്റ്റ് ഡ്രസ്സും എടുത്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വന്നിട്ട് ഞാനത് എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് വേറെ കൈ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എടുക്കാൻ. ഞാൻ വേഗം എടുത്തുന്ന എങ്ങനെ താങ്ങി നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് കണ്ട ഈ ബേർണസ് ഫൺ കണ്ട, നമ്മളവിടെ മറ്റേ കാശൊക്കെ കൊടുത്ത് മേടിക്കുന്ന സാധനം ഇവിടെ എല്ലായിടത്തും ചുമ്മാ പിടിച്ചിട്ടുണ്ട്. ഈ സാധനം ഇതിന് നമ്മളവിടെ 300-400 രൂപ കൊടുത്തിട്ടാണ് ഈ ബേർഡ്നെസ് ഫേൺ മേടിക്കുന്നത് അല്ലേ? കുഞ്ഞത്. രാവിലെ ഇവിടെ മുണ്ട കഴിച്ച് വീശി നടക്കുക. അങ്ങനെ ഞങ്ങൾ തീർത്ഥായമ്പിൾ ടെമ്പിൾ കണ്ട് കഴിഞ്ഞു, ഇറങ്ങി. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര പീസ് ആൻഡ് കാം. നമുക്കും അങ്ങനെ ഒച്ചയൊന്നും എടുക്കാൻ തോന്നുന്നില്ല. ആൾക്കാരെല്ലാവരും അമ്പലമാണ് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി തന്നെ എല്ലാവരും നിൽക്കുന്നത്. ഈവൻ ടൂറിസ്റ്റ് ആയാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. എനിക്ക് അത് ചെയ്യണമെന്നുണ്ടായിരുന്നു, മറ്റേ പ്യൂരിഫിക്കേഷൻ. പക്ഷെ നമ്മൾ വെള്ളത്തിൽ, പക്ഷെ നമ്മൾ വേറെ എക്സ്ട്രാ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഇവിടെ ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ ഉണ്ടെന്ന് ഞാനിങ്ങനെ കണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ്, എപ്പോഴും നല്ല തിരക്കുണ്ടാവും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം അല്ലേ. അപ്പം ഇനി നെക്സ്റ്റ് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകാം. കൊണ്ട് റിട്ടേൺ ചെയ്തിട്ട് വരും. ഇവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. പറയുന്നുണ്ട്. This one only 50,000 with the stamp. 50K. 50. Yes, 50. വേണ്ട, ഹരീശ്വർ ഒന്നുകൂടെ കണ്ടാട്ടെ. എത്ര രൂപയാണ് This one കാൽക്കുലേറ്റ് ചെയ്ത്? 50K അല്ല, ഇത് എത്ര? ദിസ് ഈസ് ഹൗ മച്ച് യു ടോക്ക്? 60. I give you last price from 80 to 60. എത്ര കൺവേർട്ട് ചെയ്തിട്ട് പറഞ്ഞേ? 50K. 50K അതിലല്ല, നോക്കാതെ കൺവേർട്ട് ചെയ്ത് നോക്കട്ടെ 100 എന്ന് പറഞ്ഞത് 100 എന്ന് പറഞ്ഞത് 500 രൂപ അല്ലേ? 230. 500 നോട്ട്. അതന്നെ കൂട്ടുകാണ് എപ്പോഴും ഇരുന്ന്. 100K എന്ന് പറയുന്നത് 500 രൂപ. 250 രൂപ
അല്ലേ? 29. This one? This one, please? Last 100. How much do you want? You will. You tell. Marian 95. Kaya 95. അപ്പല്ലേ Okay. 500 താഴെ. Good deal, ne. ഞാൻ പറഞ്ഞപ്പോ എന്നെ ഓടിക്കും. Aman price. 80 കിട്ടി. താഴെ വർഗീൻ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുലിന് ആർക്കിൽ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. എവിടെ ഫോട്ടോ ഫ്രെയിം കണ്ടാലും ഓടിപ്പോയി നോക്കും. എന്നിട്ട് പറയും നമ്മുടെ ബെഡ്റൂമിൻ്റെ വോളിൽ വെക്കാനാണെന്ന്. ഒരു 4-5 ഇതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. വാങ്ങാനേ താല്പര്യമുള്ളൂ. ഫുള്ള് ഇതാട്ടോ ഇവിടെ. ആ ഫെസ്റ്റിവലിൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ. എടുത്തിട്ട് മതിയാകുന്നില്ല. ഓരോ സ്ഥലത്തെത്തുമ്പോ ഓരോ ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ട്. ഈ തീർത്ഥപ്പുള്ള പോയപ്പോഴേക്കും വലിയ പ്രശ്നമില്ലായിരുന്നു. മറ്റേടത്തായിരുന്നു നല്ല ചൂടെടുത്ത് അല്ലേ? അലാസരം അവിടെ ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങളിപ്പോ പെട്രോൾ അടിച്ചു സന്തോഷത്തില് വേഗം ഒരു വീഡിയോ ഒക്കെ ചെയ്യാതെ രാഹുലിന് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യാതെ. എത്രയാ പെട്രോൾ അടിച്ചേ? അതായത് 200 IDR 1000 രൂപ. 1000 രൂപയ്ക്ക് 17 ലിറ്റർ. മഹാഭാരത യുദ്ധം. ഞങ്ങള് ബാലിയിലെ ഒരു ബാലി ജംഗ്ഷനിലെത്തി. ഇവിടെ നമുക്ക് സിഗ്നൽ കിട്ടി. ഇവിടെ മറ്റൊരു പ്രതിമ ഉണ്ടോ? അറിയില്ല ആരത്. ശരിയല്ലേ? നമ്മുടെ അവിടെയൊക്കെ ഗാന്ധിജിയും അംബേദ്കറും വേലുത്തമ്പി ദളവയൊക്കെയാണല്ലേ. ഇവിടെ എല്ലാം മറ്റേ ദൈവങ്ങളും അങ്ങനത്തെ ആൾക്കാരൊക്കെ. അമ്മൻ തീർത്ഥാടകങ്ങൾ. ഓ ഇഗ്വാനയൊക്കെയാ. പാമ്പ് അവിടെ വവ്വാലിനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നു. പറ്റിയ സാധനം. Is it aggressive? ഇതാണ് കോപ്പി ലുവാക്കിന്റെ. അയ്യേ സുസൊഴിച്ചു. എന്നോട് എന്താ എന്നെ അതിന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ടാണോ? അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടു, പെട്ടെന്ന് അടുത്തായതുപോലെ. ഇന്നലെ പൂയാങ് ക്ലോസ്ഡ് ആണെന്നൊക്കെ അറിഞ്ഞ് ഞങ്ങൾ നേരെ തീർത്ഥഗംഗയിലോട്ട് വെച്ച് പിടിച്ചു. കാരണം ലൈറ്റ് പോകുന്നതിന് മുന്നേ ജസ്റ്റ് വന്നാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ തീർത്ഥഗംഗ എത്തി. ഭയങ്കര രസമുണ്ടല്ലേ വാട്ടർ പാലസ്. ഓ കോയി ഫിഷ് ആണല്ലോ ഫുള്ള്. നോക്ക്
ഇതാ അവിടെ ഫിഷ് ഫുഡ് ഉണ്ട്. ഫിഷ് ഫുഡ് അവിടെ കുറേ ഉണ്ടായിരുന്നു. ചാടി ചാടി വരുന്ന ലാവണ്യ. അതെ, കൈയിട്ട് ദിവസം നെക്സ്റ്റ് ലെവൽ ഓഫ് ഫോട്ടോഗ്രാഫിയാണ് ലാവണ്യയുടെ. ഓ, ലാവണ്യയുടെ ചുറ്റിനും ഇത്. എൻ്റെ പൊന്നോ, സൈസ് നോക്ക്. ലാവണ്യ അടിച്ച് തിന്നു. ലാവണ്യ മീനിനെ കണ്ടപ്പോ പിന്നെ എന്നെ വേണ്ട. വലുതും ചെറുതും എല്ലാം ഉണ്ട്. ഓക്കേ, കുഞ്ഞല്ലേ, കുഞ്ഞത് യെല്ലോ കളർ കോഴി. നല്ല അടിപൊളി വലിപ്പമുള്ളതും ഉണ്ട്, യെല്ലോ കളറും ഉണ്ട്. വേണ്ട. തീർത്ഥഗംഗ വാട്ടർ പാലസ് കണ്ടു കഴിഞ്ഞു. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു പറയുന്ന പോർഷൻ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടില് കുറച്ച് ഭംഗിയുണ്ട് മൊത്തത്തിൽ. നല്ല ഭംഗിയുണ്ട്. ഇത് ഇത്രേ ഉള്ളൂ. ആ എൻട്രൻസ് അവിടെയാണ്. അവിടുന്ന് ഇത്രയും വാട്ടർ ഇതുണ്ട്. അത് കഴിഞ്ഞ് ദേ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു ഷോപ്പും ഒരു ഹോളും അത്രേ ഉള്ളൂ. എൻട്രി ഫീസ് വന്നിട്ട് 90K ആണ്. അതായത് 180K വരും രണ്ടുപേർക്കും കൂടി. ഓൾമോസ്റ്റ് നമ്മുടെ 1000 രൂപയല്ലേ, 1000 രൂപ അടുപ്പിച്ചായി. അതിന് വർത്താണോ ചോദിച്ചാൽ ഒരു രസമൊക്കെ ഉണ്ട്, ഇല്ലാതല്ല. എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഈ മോളില് വരെ പാവം വാവോട് ചെയ്യിക്കാം. ഒന്നുമില്ലടാ. ഞങ്ങള് ഫിഷൊക്കെയായതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടതാണ് നമ്മള്. അവര് ചോദിച്ചു ഫിഷ് ഫുഡ്. ഞാൻ ചോദിച്ചു നമുക്ക് കഴിക്കാനേ ഫിഷ് ഫുഡൊക്കെ ഇവിടെ മേടിച്ചോണ്ട് പോവോ? എന്നാ ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ ഓർത്തേ ഇല്ല. നടക്കുന്ന വഴിയിൽ മൊത്തം മീൻ വന്ന് പാതർന്ന് നിൽക്കുക. അതെ, അങ്ങനെ മേടിക്കണ്ടായിരുന്നല്ലേ. ഇനിയിപ്പോ നമ്മള് നേരെ റൂമിലോട്ടാണോ അതോ നമ്മള് വേറെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടോ? വഴി നമ്മളൊരു ബീച്ച് കണ്ടില്ലായിരുന്നു? കാൻഡിഡാസ് ബീച്ച് കണ്ടായിരുന്നു. പിന്നെ ഗോവ ലാരായ അങ്ങനെ എങ്ങാണ്ടൊരു ബീച്ച്. പ്രോപ്പറായിട്ട് വായിക്കാൻ പറ്റിയില്ല. രാത്രിയത്തെ ഫുഡ് നമുക്ക് അവിടെ നിന്ന് കഴിച്ചിട്ട് അവിടെ ബീച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫുഡും കഴിച്ച് അങ്ങനെ റൂമിലോട്ട് പോവാന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങളുടെ സ്റ്റേയിന്റെ അടുത്ത് അങ്ങനെ നല്ല ഹോട്ടലോ അങ്ങനെ ഒന്നും ഇല്ല. പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കഴിച്ചിട്ട് വേണം പോയാൽ. ഇന്നലെ 2 ദിവസമായിട്ട് നമ്മള് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നാണല്ലോ ഫുഡ് കഴിച്ചത്. അപ്പം 2 ദിവസം, ഒരു ദിവസം, ഇന്ന് രാവിലെ അങ്ങനെ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാ പുറത്തുനിന്ന് കഴിച്ചിട്ട് പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞങ്ങൾ പോയി നല്ല ഫുഡൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നും കൂടെ എനിക്കൊരു ഫോട്ടോ എടുത്തത്.